സംസ്ഥാന ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ മുഴുവൻ പരസ്യപ്പെടുത്താൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ്. PSCയുടെ കടുത്ത എതിർപ്പുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള കമ്മീഷന്റെ ഈ അസാധാരണ നടപടിക്ക് പിന്നാലെ കമ്മീഷൻ യോഗത്തിൽ ചെയർമാനെതിരെ ഇടതുപക്ഷ അംഗങ്ങൾ കടുത്ത കടന്നാക്രമണം നടത്തി. ഇതോടെ പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാൻ നോക്കിയ ചെയർമാൻ പൂർണ്ണമായി ഒറ്റപ്പെടുകയും കേസ് ആഭ്യന്തര വിജിലൻസ് SP-ക്ക് വിടാൻ PSC യോഗം നിർബന്ധിതമാവുകയും ചെയ്തു. ഇതിനിടയിൽ PSC ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷവും ജലപീരങ്കിയുമുണ്ടായി. PSCയുടെ കടുത്ത എതിർപ്പുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് വിവരാവകാശ കമ്മീഷന്റെ ഈ അസാധാരണ നടപടി. ഉത്തരവ് പുറപ്പെടുവിച്ച് 7 ദിവസത്തിനകം തന്നെ അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൈമാറണമെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ, അഭിമുഖത്തിന് അവർക്ക് നൽകിയ മാർക്കിന്റെ വിശദമായ വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗാർത്ഥികൾ മുൻപ് പലതവണ ആവശ്യപ്പെട്ടിട്ടും PSC നൽകാതിരുന്നതും രഹസ്യമായി സൂക്ഷിച്ചതുമായ രേഖകളാണ് കമ്മീഷന്റെ കർശനമായ ഇടപെടലോടെ ഇപ്പോൾ പുറത്തുവരുന്നത്. പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മാർക്ക് അടങ്ങിയ സമ്പൂർണ്ണ പട്ടികയും പരീക്ഷാ പേപ്പറിന്റെ പകർപ്പും ഒപ്പം കൈമാറേണ്ടി വരും. ഈ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണയം നടത്തിയിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഉദ്യോഗാർത്ഥി പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്ന സാഹചര്യത്തിലാണ് PSCയെ പ്രതിരോധത്തിലാക്കുന്ന പുതിയ ഉത്തരവ് വരുന്നത്. കമ്മീഷന്റെ വിശ്വാസ്യത ചെയർമാൻ തകർത്തുവെന്ന് ആരോപിച്ച് ഇടതുപക്ഷാനുഭാവമുള്ള കമ്മീഷൻ അംഗങ്ങൾ തന്നെ യോഗത്തിൽ ചെയർമാനെതിരെ കടുത്ത കടന്നാക്രമണം നടത്തി. ഇതോടെ യോഗത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ട ചെയർമാൻ ഒടുവിൽ പരീക്ഷ അട്ടിമറിയെക്കുറിച്ചുള്ള അന്വേഷണം PSC ആഭ്യന്തര വിജിലൻസ് SP-ക്ക് വിടാൻ തീരുമാനിക്കുകയായിരുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിനായി 2022 പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരീക്ഷയിലാണ് വൻ ക്രമക്കേടുകൾ ഉയർന്നത്. പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണയം നടത്തിയിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ മൂല്യനിർണയ പാളിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന PSC യോഗം ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പരിശോധനയിൽ സോഫ്റ്റ്വെയറിലെ ഗുരുതരമായ പാളിച്ചകൾ ആഭ്യന്തര വിജിലൻസ് കണ്ടെത്തിയതോടെ അന്വേഷണം അട്ടിമറിക്കാൻ ചെയർമാൻ നേരിട്ട് ഇടപെട്ടെന്നാണ് അംഗങ്ങളുടെ ആക്ഷേപം. വിജിലൻസിനെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കാൻ പരീക്ഷാ കൺട്രോളറെ ചെയർമാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ചെയർമാൻ കമ്മീഷനെ കബളിപ്പിച്ചുവെന്നും ഈ നടപടി PSCയെ പൂർണ്ണമായി സംശയത്തിന്റെ നിഴലിലാക്കിയെന്നും ഇന്നത്തെ യോഗത്തിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് അന്വേഷണം വീണ്ടും വിജിലൻസിന് കൈമാറാൻ കമ്മീഷൻ നിർബന്ധിതമായത്.